ഇന്ന് ബഷീർ ദിനം. മലയാള സാഹിത്യത്തിലെ ഇതിഹാസ തുല്യമായ സാഹിത്യകാരനാണ് ബഷീർ. ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് മതിലുകൾ. മറ്റു കൃതികളെ പോലെ തന്നെ ആത്മകഥാപരമാണ് ഈ നോവൽ. Humanist writing styles and his impactful storytelling. His use of colloquial languages makes his work more adorable and beautiful. And most of his stories are related to ordinary people. ഓരോ വായനക്കാരെയും ഒരുപോലെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയിൽ അദ്ദേഹം മനുഷ്യനും ജന്തുക്കളുമായുള്ള ഹൃദയസ്പർശിയായ ബന്ധങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. വളരെ ലളിതമായ ഭാഷാ ശൈലിയിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ രചനകൾ വളരെ പെട്ടെന്ന് മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ബാല്യകാലസഖി. പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുലഭവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോദ്ധാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ. 1943 വന്ന പ്രേമലേഖനമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി. ബാല്യകാലസഖി, എന്റെ ഉപ്പാപ്പക്കൊരു ആനുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ തുടങ്ങി എണ്ണമറ്റ കൃതികൾ ബഷീറിന്റെ സ്വന്തമാണ്. ലളിതവും എന്നാൽ എപ്പോഴും മലയാള സാഹിത്യത്തിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ളതുമായ ഭാഷയ്ക്ക് പേരുകേട്ടതാണ് ബഷീർ കൃതികൾ. മലയാള സാഹിത്യത്തിന്റെ ഹൃദയങ്ങളിൽ ഒരിക്കലും മരിക്കാത്ത ആത്മാവാണ് ബഷീർ. Bashir is known for his simple and natural style of writing, using everyday Malayalam instead of literary language. His stories often talk about love, poverty, madness, hunger, and human kindness.